മാഡത്തിന് മീഡിയം ചെയ്യാ സാറിന് വിത്തൗട്ട് പാലുമ്പോഴല്ലേ? അതിനല്ലേ വിളിച്ചത്. അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇങ്ങോട്ട് പറഞ്ഞു വിട്. ഓക്കെ സാർ. ഇങ്ങനെ ഇരുന്ന് ആര് വിളിച്ചാലും പഴയ പണി ഓർമ്മ വരും. നോക്കട്ടെ. എടോ കാർന്നേരെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കേ. താങ്ക് യു സർ. രാംദാസ്. അതെ സർ. പ്രീവിയസ് എക്സ്പീരിയൻസ്? 27 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സാർ. വെരി നൈസ്. പഴയ ട്രാൻസ്പോർട്ട് വെച്ച് പെയിന്റ് അടിച്ചേക്കണ പോലെ കോട്ടിട്ട് വന്നേക്കണതാ. കൊള്ളൂലട്ടാ. എവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്? ഞാൻ LKG UKG 1 2 3. അതെ, നിങ്ങൾ പഠിച്ച കാര്യമല്ലേ ചോദിച്ചത്, എവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചത്. ഇയാളെ ഞാൻ എവിടെയോ കണ്ടു, നല്ല പരിചയമുണ്ടല്ലോ. ശിങ്കാരി മഠത്തിന് പോകാറുണ്ടോ? അതിന്റെ ആശാനാണ് സാറിന്. രാംദാസേ, എന്തോ ഞാനിവിടെ നിന്ന് അറിയിക്കാം. ഇപ്പൊ പോയിക്കോളൂ സാർ. എന്നെ മറക്കരുത് സാർ. സാറും കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം സാർ. ഞാനിപ്പോ പറഞ്ഞു. താങ്ക് യു സാർ. എന്നെ ഉപേക്ഷിക്കരുത് സാർ. ശരി സാർ. ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. ഒന്ന് നോക്ക്. ഗുഡ് മോർണിംഗ്. സെബാസ്റ്റ്യൻ അല്ലേ? അതെ. നല്ല പേര്. കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് അറിയോ? അതിനുമുമ്പ് ഒരു ചോദ്യം ഞാൻ സാറിനോട് അങ്ങോട്ട് ചോദിക്കട്ടെ. വാട്ട് ഡു യു മീൻ ബൈ കിൻഡർ ഗാർഡൻ? മേഡത്തിന് പറയാൻ പറ്റുമോ? അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ പിള്ളേരെ കൊണ്ട് ഇരുത്തുന്ന സ്ഥലം അല്ലേ? സാറിന് പറയാൻ പറ്റുമോ? അതൊന്നും അല്ലെന്നേ. അത് പിന്നെ പറഞ്ഞ LKGക്കും UKGക്കും പുറകിലുള്ള KG ആണ് ഈ പറഞ്ഞ കിൻഡർ ഗാർഡൻ. സാറ് പറഞ്ഞ ശരിയുമാണ് കേട്ടാ, പക്ഷെ തെറ്റുമാണ്. ഈ കിൻഡർ ഗാർഡൻ എന്ന ആശയത്തിന്റെ പിതാവ് ജർമ്മൻകാരനായ ഫെഡറിക് ഫ്രിബോളാണ്. ഈ കിൻഡർ ഗാർഡൻ എന്ന വാക്കിന്റെ മീനിങ് കുട്ടികളുടെ തോട്ടം എന്നാണ്. ബട്ട് അത് മുന്നോട്ട് വെക്കുന്ന തോട്ട്സ് എന്താണ്? അങ്ങനെയുണ്ടോ? എക്സ്ക്യൂസ് മീ. കുടിക്കേണ്ട വെള്ളം ഈ തോട്ടത്തിലെ ചെടികൾ കുട്ടികളും തോട്ടക്കാർ ഞങ്ങൾ ടീച്ചേഴ്സും. അതെ. ഇവരെ വേണ്ട രീതിയിൽ നട്ടു നനച്ച് പരിപാലിച്ചു കഴിഞ്ഞാൽ ഇവരിൽ നിന്നും നല്ല പൂക്കളും കായ്കളും സൃഷ്ടിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ടീച്ചിങ് മെത്തേഡ്സ് വളരെ ഡിഫറെന്റ് ആയിരിക്കും. പ്ലേ, ലവ് ആൻഡ് ലേൺ, കളിച്ച് ചിരിച്ച് പഠിക്കുക. അതിന് ഞങ്ങൾ ടീച്ചേഴ്സ് മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ പേരൻസ് ഇൻവോൾവ് ആയിരിക്കണം. കാരണം പേരൻസിനെയാണല്ലോ കുട്ടികൾ അനുകരിക്കുന്നത്. ഉറപ്പിക്കാല്ലേ? ഓക്കെയാണ്, പക്ഷെ ഇത്തിരി മൂപ്പല്ലേ? എന്റെ പൊന്നു സാറെ, പ്രായം കൂടിയെന്നും പറഞ്ഞ് ഇതിന് പെൻഷൻ കൊടുക്കൊന്നും വേണ്ട. ഇത് മതി. അഞ്ചല, നമുക്കൊരു ലേഡി ടീച്ചറെ വെച്ചാ മതി. എന്താ? ലേഡീസ് ടീച്ചറിലെ നല്ലതെന്ന്. ഓ, ഇവിടെയുള്ള ലേഡികൾ പിള്ളേരെ നോക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സ്ഥാപനം തന്നെ തുടങ്ങുന്നത്. ഓ, ഇത് മതി. അത് ശരിയാ. എന്താന്ന് വെച്ചാ ചെയ്യാം. മിസ്റ്റർ സെബാസ്റ്റിനെ ഈ കിൻഡർ ഗാർഡന്റെ ടീച്ചറായി നിയമിച്ചിരിക്കുന്നു. കൺഗ്രാറ്റ്സ്. ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. സാലറി? പണം എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ ക്വാളിറ്റി അതെനിക്ക് വളരെ നിർബന്ധം. അത് ഞങ്ങൾക്ക് നിർബന്ധം. എന്റെ കിൻഡർ ഗാർഡനിലേക്കുള്ള സാധനങ്ങൾ ഞാൻ തന്നെ ഇമ്പോർട്ട് ചെയ്യും. അതങ്ങനെ ശരിയാവും. ഈ വില്ലയിലേക്ക് ആർക്ക് എന്ത് വേണമെങ്കിലും ഞാനാ സപ്ലൈ ചെയ്യണത്. എന്റെ കയ്യിൽ നിന്ന് ഇവര് വാങ്ങൂ. ഇനിയിപ്പൊ ഞാൻ സമ്മതിച്ചാലും ഇവര് സമ്മതിക്കണ്ടേ? അത് കുഴപ്പമില്ലെന്നേ, ഇയാൾ സപ്ലൈ ചെയ്യട്ടെ. സമ്മതം. ഓക്കെ, അഗ്രി. ഓക്കെ, താങ്ക് യു. എന്റെ നെഞ്ചത്ത് തന്നെ തേങ്ങാടിച്ച് നിനക്ക് തുടങ്ങണമല്ലടാ സാറേ. ഇംഗ്ലീഷ് ഞാൻ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഹലോ, പറഞ്ഞത് കുറച്ചൊക്കെ ഞാൻ കേട്ടു. ഭയങ്കര അറിവാണല്ലേ? സാറിന്റെ പേരെന്താ? മൈ നെയിം ഈസ് പ്രഭാവർമ്മ. ഞാനേ ഒരു സെൽഫി എടുത്തോട്ടെ? എന്റെ ഒരു കൊതിയാ. സാറിന്റെ ഈ ലുക്കിനും ഈ ഡയലോഗിനും പറ്റിയ പേര് ആണോ? എല്ലാരും പറയാറുണ്ട്. അറിവിന്റെ നിറകുടവും മുത്ത്. ഇത് ഞാൻ ടാഗ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയറും ചെയ്യും, വൈറലാക്കും. കുറച്ച് മെന്റൽ ഉണ്ടല്ലേ? പോട്ടെ. മെന്റലോ? എന്താ ഒന്നുമില്ല. ആകെ ഒരു ഇത് എത്ര നേരം ഞാൻ ഈ താലവും പിടിച്ചോണ്ട് നിൽക്കുന്ന? സാർ ഇതിനകത്തുണ്ടായിരുന്നു. നന്ദ സാറേ, ഉദ്ഘാടനത്തിന് സമയമായി.
സബാസിൻ സാറോടെ പോയി. പുള്ളി വര ഉപ്പേരിക്കരിയും പോലെ അരിഞ്ഞാളും നിങ്ങൾക്ക് മനസ്സിലായില്ല. ഗോവയില് കള്ളക്കടത്ത് നടത്തി ജീവിച്ച ആളാ ഞാൻ. പെട്ട് സാറ് കള്ളക്കടത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? കള്ളക്കടത്തല്ല, കുട്ടികൾ കള്ളത്തിന് പറഞ്ഞ് വളരരുത് എന്ന് പറഞ്ഞതാ. അയ്യോ അതായിരുന്നാ? അയ്യോ ഞാൻ വെറുതെ സാറ് സംശയിച്ചു. അല്ല അപ്പൊ ഈ കത്തി? അല്ല, ഇത് ചെറിയൊരു മാജിക്. അയ്യോ മാജിക്കായിരുന്നു. ദൈവമേ സത്യം. ഞാൻ അങ്ങോട്ട് വഴി പോയപ്പോ സാറിന് കത്തിയില്ല, തിരിച്ചിങ്ങോട്ട് വന്നപ്പോ കത്തിയും ആപ്പിളും. ഇത് അത്ഭുതം തന്നെ. അതാണ് മാജിക്. സാറന്മാരെ ഇങ്ങനെ തന്നെ വേണം. മാജിക്കിലൂടെ കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ കത്തി കൊണ്ട് വേറെ വല്ല ഐറ്റം ചെയ്യും? ഇത് വയറ്റിൽ കുത്തിയിറക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. അത് വേണ്ട അത് വേണ്ട. വയറ്റിൽ കൂടെ കുത്തി കയറ്റിട്ട് കഴുത്തി കൂടെ പുറത്തെടുക്കണല്ലേ, അത് പഴയ item. അയ്യോ ഇതല്ല, കുത്തി കഴിഞ്ഞാ പിന്നെ തിരിച്ചെടുക്കൂല. കുത്തി കഴിഞ്ഞാൽ തിരിച്ചെടുക്കൂല. വേണ്ട സാറേ, ഞാൻ മരിച്ചു പോകുന്നുള്ള ഭയം കൊണ്ടൊന്നുമല്ല. സാറ് ജയിലിൽ പോയി കിടന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് സാറേ? ആ കുത്തിക്കന്നെ ഐറ്റം വേണ്ട. ഓക്കെ സാറേ. സെക്യൂരിറ്റികൾക്ക് ഇത്ര ബുദ്ധിയില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സാറേ സാറേ ഏതൻ അവിടെ അപ്പിട്ടു. ഞാനെന്താ അപ്പി കഴിക്കുന്ന മെഷീനോ? എടാ അശോക, നിന്റെ പുറകെ കൊമ്പനാണ്, എന്റെ പുറകെ പിടിയാണ്. നോക്കിക്കടാ. കമ്മിറ്റി പറയല, കമ്മിറ്റി പറയണം, അല്ലാതെ പറഞ്ഞു. ആഹാ, ഇത് ഇതുവരെ തീർന്നില്ലേ? ഇത് എന്നാടാ പാടാ? തുടങ്ങിയിട്ട് നാളെ കുറെ ആയല്ലോ. എന്റെ പൊന്നു ജോയി, ഒന്ന് സ്പീഡാക്കടാ. അടുത്ത മീറ്റിംഗിലെങ്കിലും സിസിലിക്ക് ഇതിന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യേണ്ടതാ. ഈ കൊളങ്കാരൻ എന്റെ ട്രഷറർ സ്ഥാനം കൊളവായിരിക്കുന്നത്. ഈ പെണ്ണുമ്പിളിനകത്ത് ടൈലൊക്കെ പൊട്ടി. എന്റെ ജോയി നീയും കൂടെ ഒന്ന് ഇറങ്ങ്. ഓ ഭയങ്കര തലവേനേട്ടാ. ഈ വെയിലിന്റെ അത് വെയിലിന്റെ അല്ല, മടിയുടെ. ആ ശരിയാ. കാണ്ടേ, ഈ പൂള് റെഡി ആയിട്ടാണ് നമ്മളെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ. എനിക്ക് ഒന്ന് വേഗാട്ടെ. പറഞ്ഞിട്ടില്ല, ഒന്ന് പെട്ടെന്ന് ഒന്ന് ചെയ്യടാ. സിസിലി ഒന്ന് നോക്കിയോണേ, അല്ലെങ്കിൽ ഇനിയും ചോരും. ഞാൻ നോക്കിക്കോളാം. എടാ 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 ടൈൽ ഒട്ടിച്ചിട്ട് തുടക്കടാ. എന്റെ സിസിലി ആന്റി ഇവിടെ നോക്കുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ നോക്കിന്നിട്ട് ഒരുമാതിരി പണിയുള്ള. പിന്നെയാണ് ആന്റി നോക്കിയിരുന്ന. എടാ വിവരം കെട്ടവനാ വെള്ളം മഞ്ഞ പൈപ്പ് അടച്ചിട്ടാണോ ടൈൽ ഒട്ടിക്കണേ? അപ്പൊ ഇതുവഴിയല്ലേ ചോരുന്നത്? ഏതായാലും സെബാൻ സാറിന്റെ ഐഡിയ കൊള്ളാം. കുട്ടികൾ ചെറുപ്പത്തിൽ നീന്തൽ പഠിക്കുന്നതേ അവരെ ഹെൽത്തിന് നല്ലതാ. അതെ അതെ. അല്ലേലും അയാളൊരു മിടുക്കനാ. ഉഗ്രം കക്ഷിയാ. ഇത്രയും എഫിഷ്യന്റ് അധ്യാപനം ഞാൻ ലൈഫിൽ ആദ്യമായിട്ട്. കറക്റ്റാ. നിങ്ങളോടൊക്കെ കിടന്നുറങ്ങാൻ പറഞ്ഞു ഇറങ്ങണ താഴത്ത്. ശല്യങ്ങൾ സ്വീഡെന്ന് പറഞ്ഞിട്ടില്ല. നാളെ ചോറക്ക ഗുളിക കഴിച്ചു. സാറേ ഒരു സ്റ്റോറി പറഞ്ഞു തരുവോ? കഥയൊക്കെ പറഞ്ഞുതരാം. കഥ കേട്ട് നിങ്ങൾ എല്ലാരും ഉറങ്ങണം. ആ എന്നാ പറയാം. ഇത് ഉറങ്ങിപ്പോയൊരു കാക്കേന്റെ കഥയാണ്. കാക്ക എന്ന് പറഞ്ഞാൽ മൊല്ലാക്കിയല്ല, ക്രോ. ഒരിടത്തൊരിടത്ത് ഒരു ക്രോ ഉണ്ടായിരുന്നു. ഈ ക്രോ ഡെയിലി രാവിലെ തന്നെ വെള്ളടി തുടങ്ങും. അങ്ങനെ ഒരു ദിവസം അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഓഫായി. പിറ്റേന്ന് രാവിലെ എണീറ്റപ്പം ഭയങ്കര ഹാങ് ഓവറും തലവേദനയും. തലവേദനയായി കഴിഞ്ഞൊരു തേറ്റടിക്കണ്ടേ? എന്ത് ചെയ്യും? എവിടെയും സാധനം കിട്ടാനില്ല. അന്ന് 1-ാം തീയതി. അങ്ങനെ ക്രോ പറന്നു പോകുമ്പോ താഴത്തേക്ക് നോക്കിയപ്പോ ഒരു കള്ള് ഷാപ്പ്. ക്രോക്ക് അങ്ങോട്ട് സന്തോഷായി. വലിയൊരു കുടത്തില് കുറച്ച് കള്ളുണ്ടായിരുന്നു. ക്രോക്കാണെങ്കിൽ എത്തൂല, ക്രോന്റെ ചെറിയ ചുണ്ടല്ലേ. അങ്ങനെ എന്ത് ചെയ്യുന്നു ക്രോ ഇങ്ങനെ ആലോചിച്ചു. പെട്ടെന്ന് നോക്കിയപ്പോൾ റോഡ് സൈഡിൽ കുറേ മെറ്റൽ ടാർ ചെയ്യാൻ വേണ്ടി കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ക്രോ മെറ്റൽ ഓരോന്നോരോന്നായി കുടത്തിൽ കൊണ്ടിട്ട്. അപ്പൊ ഈ കള്ള് പൊന്തി പൊന്തി വന്ന് കുടത്തിന്റെ മേലെത്തും. ക്രോ ഈ കൊക്കൊണ്ട് കള്ള് വലിച്ചു കുടിച്ചു. അതോടുകൂടി രണ്ടാമത് ക്രോ ഓഫായി പോയി. ആ ക്രോ ഷാപ്പിന്റെ മുന്നിൽ തന്നെ കിടന്നു. അതെന്തിനാ? പിറ്റേ ദിവസം എങ്ങവറിന്റെ രാവിലെ തന്നെ അടിക്കാലോ. അങ്ങനെ ഓഫായി പോയി. ഇതുപോലെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത സെറ്റപ്പ് ഒക്കെ കൊള്ളാലടാ. സെറ്റപ്പ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ എന്റെ ഡ്രസ്സിങ് ഭയങ്കര ബോറായി പോയി. എന്റെ ഡ്രസ് എന്താ കുഴപ്പം? നല്ലല്ലേ? എടോ മനുഷ്യന്മാരെ ലേശൊരു ഡ്രസ് സെൻസ് വേണം. ഇത് വെക്കാൻ ബേസ് കോട്ട് കെട്ടിട്ട് വാടക എടുത്താണെങ്കിൽ എന്ത് രസമുണ്ട്. എനിക്ക് പക്ഷെ നല്ല ഭയങ്കര ബോറായി പോയി. ഒന്ന് വിട്ട് നടന്നോ, നമ്മൾ തമ്മിൽ പരിചയം കാണിക്കാം. എന്റെ അമ്മോ, എന്താ എല്ലാരും ഈ ഡ്രസ്സിൽ കൂളിംഗ് ഗ്ലാസ് മാത്രമേ ഇല്ലാത്തുള്ളൂ. നല്ല ഡ്രസ് സെൻസ്.